ലൈഫ് സൈറ്റ് ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ബ്രസീലിയൻ കോൺവെന്റിൽ മുൻപുണ്ടായിരുന്ന ഫ്രാൻസ് ലൂയിസ എന്നീ സ്ത്രീകളെ സംബന്ധിച്ച് BBC റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കത്തോലിക്ക വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പുറത്തുവന്നിരിക്കുന്നത്. മുൻപ് മഠത്തിലെ അന്തേവാസികളും എന്നാൽ മാനസിക വെല്ലുവിളികൾ മൂലം സ്വയമേ സന്യാസം ഉപേക്ഷിക്കുകയും ചെയ്ത ഇവർ പിന്നീട് സ്വവർഗബന്ധത്തിലാവുകയായിരുന്നു. ഇത്തരത്തിൽ ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഇവർ സന്യസ്ത വസ്ത്രം ഉപേക്ഷിച്ച് ഇപ്പോൾ വിവാഹിതരാകുന്നു. എന്നാൽ ഇപ്പോഴും ആഴത്തിലുള്ള കത്തോലിക്ക വിശ്വാസികളാണ് ഇവർ എന്ന അടിക്കുറിപ്പോടെയുള്ള എക്സിലെ BBCയുടെ പോസ്റ്റിനെതിരെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായ വിമർശനം ഉയരുന്നത്. ആഴത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവർ അവരുടെ ലൈംഗികതയെക്കുറിച്ച് സഭയോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ BBC കൂട്ടിച്ചേർക്കുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടുമായി ഈ വിവരണം വൈരുദ്ധ്യമുള്ളതാണെന്ന് ഹോളിവുഡ് നടൻ മാത്യു മാസ്ഡൻ റിപ്പോർട്ടിനെതിരെ വിമർശനം ഉന്നയിച്ചു. BBC ക്രൈസ്തവ മൂല്യങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെയും മാസ്ഡൻ ചോദ്യം ചെയ്തു. ഇത്തരത്തിലുള്ള വാർത്തകൾ സമൂഹത്തിൽ കത്തോലിക്ക പഠനങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും തെറ്റിദ്ധാരണ പടർത്തുന്നുവെന്നാരോപിച്ച് കനത്ത പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നത്. അതേസമയം സന്യാസ ജീവിതം ഉപേക്ഷിച്ച ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ ജീവിതത്തിന് ക്രൈസ്തവ വിശ്വാസ പഠനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതും വിശ്വാസ സമൂഹങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.